CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഇടതുമുന്നണി യോഗം ചേരുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതുവരെയും മുന്നണി യോഗം ചേരാത്തതിൽ CPI അടക്കം കടുത്ത അതൃപ്തിയിലാണ്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഇടതുമുന്നണി യോഗം ചേരുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി യോഗം ചേരാത്തതിലൊക്കെ വലിയ അതൃപ്തിയാണ്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പ്രത്യേകിച്ച് LDF യോഗം ഇതുവരെയും ചേർന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CPI തന്നെ തുറന്നടിക്കുന്ന സാഹചര്യം CPIഎമ്മിനെതിരെ വരികയും ചെയ്തിരുന്നു. CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഏതായാലും ഈ വിവാദങ്ങൾക്ക് ഇടയിലും പ്രശ്നങ്ങൾക്കും ഇടയിലുമാണ് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. ഏതായാലും ഈ യോഗത്തിൽ LDF യോഗം എന്ന് ചേരണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ CPI നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഏതായാലും കടുത്ത അതൃപ്തി നിലവിൽ ഈ യോഗം ചേരാൻ വൈകുന്നതിൽ അല്ലെങ്കിൽ ചേരാത്തതിൽ ഈ CPIക്ക് അടക്കം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണി തലത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ അത് ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതൃപ്തിക്ക് പ്രധാന കാരണമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ മുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി അതും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അനൗപചാരികമായുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കളുമായി നടത്തിയിരുന്നു. പക്ഷേ CPIM അവരുടെ നിലപാടിൽ നിലവിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉപനേതാവ് പദവി കാലങ്ങളായി CPIM തന്നെയാണ് കയ്യിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പദവി വിട്ടു നൽകുന്ന കാര്യത്തിൽ അവർ ആലോചനയിലില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPIഎമ്മിനെ സംബന്ധിച്ച് ഉള്ളത്. പക്ഷേ പിന്നോട്ട് പോകാൻ CPIയും തയ്യാറല്ല. കഴിഞ്ഞ ദിവസം PP സുനീർ വന്നതുപോലെ തന്നെ ബിനോയ് വിശ്വവും അതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ആ പ്രശ്നം അങ്ങനെ മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ തീരുമാനമെടുക്കാനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. ഏതായാലും LDF യോഗത്തിൽ ഒരു തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കടുത്ത അതിർത്തിയിൽ നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം PP സുനീറിൻ്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ തന്നെ ഈ CPIയുമായി ചർച്ച നടത്തുമെന്ന് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും മുന്നണി യോഗം വിളിക്കണമെന്ന ആവശ്യം ഇപ്പോൾ വളരെ ശക്തമാണ്. അതിൽ CPIഎമ്മിൻ്റെ തീരുമാനം ഇന്നുണ്ടാകും. ഏതായാലും ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി അടക്കം ചർച്ചയിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. ഇടതുമുന്നണി യോഗത്തിൽ ചേരുന്നതിലൊക്കെയാണ് തീരുമാനമുണ്ടാകുക. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതുവരെ മുന്നണി യോഗം ചേരാത്തതിലൊക്കെ CPIക്ക് കടുത്ത അതൃപ്തിയിലാണ്. എന്തായാലും ഇന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജസ്റ്റോർജാണ്.